ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റേറിയൻ ഡിഷായ മട്ടർ പനീറാണ്. മട്ടർ പനീറിന് ആവശ്യമായ സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്ക, കറുവപ്പട്ട, അതേപോലെ കട്ട് ചെയ്ത സവാള, പച്ചമുളക്, തക്കാളി എന്നിവയാണ്. പനീർ, മട്ടർ നമ്മൾ വേറെ വേറെ ബൗളിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് അതിനാവശ്യമായ സാധനങ്ങൾ. നമ്മൾ ഗ്യാസ് സ്റ്റവ് ഓണാക്കി എണ്ണ തിളപ്പിക്കുകയാണ്. എണ്ണ തിളപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്ത സവാള അതിലേക്ക് ഇടുന്നു. നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. പച്ചമുളക് അതിൻ്റെ കൂടെ തന്നെ ഇട്ട് നമ്മൾ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വഴറ്റിയെടുക്കുകയാണ്. നന്നായിട്ട് ചൂടായതിന് ശേഷം ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് വഴറ്റിയെടുക്കാൻ പറ്റും. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുന്നു. ഒന്ന് ചൂടായി വാടിയതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് നന്നായി വഴറ്റിയെടുക്കണം. ഈ പരുവത്തിലാവണം. നല്ല ബ്രൗൺ കളറായി ഉള്ളി അതേപോലെ തക്കാളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. നല്ലോണം തണുത്തതിന് ശേഷം ഇത് ജാറിലേക്ക് ഇട്ട് നമ്മൾ അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കണം. മൊത്തമായി എല്ലാം ജാറിലിട്ട് നന്നായി അരച്ചെടുത്തു. അരച്ചെടുത്ത പരുവമാണ് ഈ കാണുന്നത്. ഇങ്ങനെ കിട്ടും. അതിനുശേഷം നമ്മൾ അതേ ചീനച്ചട്ടിയിൽ തന്നെ ഇച്ചിരി എണ്ണ എടുത്ത് നെയ്യും ചേർത്ത് നമ്മൾ സ്പൈസസ് ആഡ് ചെയ്യും. ജീരകം, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു എന്നിവയാണ് ഇട്ട് നമ്മൾ സ്പൈസായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് അത് നന്നായി ചൂടാക്കുന്നു. മസാലകൾ കരിയാൻ പാടില്ല. അതിന് മുന്നേ തന്നെ ഈ അരച്ച് വെച്ച മിശ്രിതം നമ്മൾ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നു. നല്ല ഫ്ലെയിമിൽ തന്നെ നല്ല ചൂടാക്കി മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അതിനുശേഷം അത് എണ്ണയിൽ നിന്ന് വേർതിരിഞ്ഞതിന് ശേഷം അതിലിച്ചിരി വെള്ളം ചേർത്ത് വീണ്ടും അതിനെ നന്നായി ഇളക്കി തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി വെക്കുക. നമ്മൾ മൊത്തമായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. തിളച്ചതിന് ശേഷം അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച മട്ടറും അതേപോലെ പനീറും ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇളക്കുമ്പോൾ പനീർ പൊടിയാണ്ട് ശ്രദ്ധിക്കണം. നല്ലപോലെ തിളപ്പിക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് നേരം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഇത് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷം വെന്ത് കിട്ടിയിരിക്കുകയാണ്. അതിലേക്ക് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് ചൂടോടെ തന്നെ സെർവ് ചെയ്യുന്നതാണ്. വെജിറ്റബിൾ കഴിക്കുന്നവർക്ക് പൊറോട്ട, ചപ്പാത്തി എന്നിവയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് മട്ടർ പനീർ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ബൈ.